കോടികൾ വാങ്ങി ബാർക്ക് റേറ്റിംഗ് അട്ടിമറിക്കുന്ന സംഘത്തെപ്പറ്റി അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ എം പി. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പാണുണ്ടായത്. ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർക്ക് ഉദ്യോഗസ്ഥന്റെ വാലറ്റിലെത്തിയ കോടികൾ എവിടെ നിന്ന് കണ്ടെത്തണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ഈ ബാർക്ക് റേറ്റിംഗ് ഡാറ്റ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങുന്ന ഒരു സംഘത്തിന്റെ വിശദാംശങ്ങളാണ് കേരളത്തിലെ പ്രമുഖ ന്യൂസ് ചാനൽ 24 നവംബർ 27 വ്യാഴാഴ്ച പുറത്തുവിട്ടത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥ് കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളും വാട്സപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് പ്രേംനാഥിൻ്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഒഴുകിയെത്തിയ കോടികൾ. ഇങ്ങനെ പണം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെൻറ്റിനില്ലേ? അതേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് അന്വേഷിക്കണം. ആ പണം നേരെ ചൊവ്വേ വന്ന പണമല്ല, അതൊരു അഴിമതി പണമാണ്, അതൊരു കള്ളക്കടത്ത് പണമാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അത് തെളിയിക്കാനുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്തായാലും ആ പ്രേംനാഥിന് ചുറ്റും ഒരു ദുരൂഹതയുടെ വഞ്ചനയുടെ ഒരു വിഷ്യസ് കോക്കസ് ഉണ്ടെങ്കിൽ അതും അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കും. എന്തായാലും ഈ കേന്ദ്ര സർക്കാർ ഇടപെടൽ അന്വേഷണങ്ങളെ ത്വരിതപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.